ഈ സൂഫിസത്തെക്കുറിച്ച് ഇങ്ങനെ കുറച്ചധികം പഠിച്ചല്ലോ, ഗവേഷണവുമൊക്കെ ആയിട്ട് കുറേയധികം പഠിച്ചു. വ്യക്തിപരമായി അത് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഷബ്നത്തിൻ്റെ സ്വഭാവം, ഞാൻ റിയാസിൻ്റെ അടുത്ത് ചോദിക്കാം, ഷബ്നത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ സൂഫിസത്തിലേക്കൊക്കെ കൂടുതലെടുത്തപ്പോൾ? ആളുടെ ഒരു നേച്ചർ അങ്ങനെ പ്രത്യക്ഷത്തിലെല്ലാം ഉപേക്ഷിച്ചിട്ട് ആ ഒരു ലൈനല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വെസ്റ്റേൺ സോങ്ങുകൾ കേൾക്കുന്നുണ്ട്. ആണല്ലേ? PG ചെയ്തത് കർണാട്ടിക്കാണ്. എല്ലാത്തിൻ്റെ ഒരു മിക്സാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ആ ഒരു ലൈനിലേക്കുള്ള ശ്രീനിവാസൻ സിനിമയിൽ ശബരിമലയ്ക്ക് പോയതുപോലെ എന്നോട് ഒരു കോമഡി പറയുന്നുണ്ട്. സൂഫി റിസർച്ചേഴ്സ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരു കാണാൻ വന്ന ഒരു വ്യക്തി എന്നോട് വന്നിട്ട് സൂഫിസത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ആത്മീയമായ ഉന്മാദാവസ്ഥയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്തെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് അദ്ദേഹം എന്നോട് ചോദിക്കുക, ഹസ്ബൻഡും മക്കളും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ പുള്ളി വിചാരിച്ചെന്താണെന്നറിയോ, ഞാൻ മറ്റേ ഒരു റൂമിൽ ഇങ്ങനെ മറ്റേ ഊതൊക്കെ പുകച്ച് ആ ഒരു ആത്മീയമായിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം എന്നെ അപ്പോഴേ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ അങ്ങനെയല്ല, നമ്മൾ നോർമൽ ലൈഫ് തന്നെയാണ്, നമ്മൾ ഈ പറയുന്നതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. ബേസിക്കലി ഷബ്നം നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഷബ്നം ഭയങ്കര സൈലൻ്റായ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സോളായിട്ട് നമുക്ക് തോന്നും. വീട്ടിലെ ശബ്ദം അല്ല, അങ്ങനെയാണ് നമുക്ക് പുറത്തുനിന്ന് ജഡ്ജ് ചെയ്യാൻ തോന്നിയില്ല. അത് തന്നെ എനിക്ക് അല്ല, ശരിക്കും ശബ്ദം എങ്ങനെയാ? എനിക്ക് ശബ്ദത്തിന്റെ ക്യാരക്ടർ അങ്ങനെ അത്യാവശ്യം എല്ലാ ഒരു ദേഷ്യത്തിന് ദേഷ്യവും അത്യാവശ്യം നല്ലപോലെ ദേഷ്യപ്പെടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആള് തന്നെ. അല്ലാതെ അതൊക്കെ ഈ പോളിഷ്ഡ് ആയിട്ട് പുറത്തിറങ്ങുമ്പോൾ ഇപ്പം നമ്മൾ പരിചയപ്പെടുന്നത് എങ്ങനെയാ? ഞങ്ങള് ചിത്രാഞ്ജലിയിൽ ഞാനൊരു സിനിമ ചെയ്യുന്ന സമയത്ത് അന്ന് മറ്റേ MG ശ്രീകുമാറിന്റെ ഷോ ആയിരുന്നു. അതില് ആങ്കർ ചെയ്യാൻ വന്നത്, അങ്ങനെ പരിചയപ്പെടുന്നത്. പിന്നെ കുറേ നാളുകൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രപ്പോസ് ചെയ്തത്. കാര്യം പിന്നെ ഒരു 2-3 വർഷം